ചോദ്യം നമ്പർ 40. മലയാളത്തിൽ ആദ്യമായി മണിപ്രവാളം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് ഏതു കൃതിയിലാണ്? ഉണ്ണിച്ചിരുദേവി ചരിതം. മലയാളത്തിൽ ആദ്യമായി മണിപ്രവാളം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് ഉണ്ണിച്ചിരുദേവി ചരിതത്തിലാണ്. ചോദ്യം നമ്പർ 41. നിരണം വൃത്തം എന്ന പേരിൽ അറിയപ്പെടുന്ന വൃത്തം? ദീർഘതരംഗിണി. നിരണം വൃത്തം എന്ന പേരിൽ അറിയപ്പെടുന്ന വൃത്തം ദീർഘതരംഗിണി. ചോദ്യം നമ്പർ 42. രചനാന്തര വ്യാകരണം എന്ന സിദ്ധാന്തത്തിന്റെ പ്രയോക്താവ്? നോം ചോംസ്കി. രചനാന്തര വ്യാകരണം എന്ന സിദ്ധാന്തത്തിന്റെ പ്രയോക്താവ് നോം ചോംസ്കി. ചോദ്യം നമ്പർ 43. ഭാഷാമിശ്രം പൊഴുതു കഥയാമി എന്ന പ്രയോഗം ഏതു ഗ്രന്ഥത്തിൽ നിന്നാണ് ലീലാതിലകത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത്? മുഹൂർത്തവിധി. ഭാഷാമിശ്രം പൊഴുതു കഥയാമി എന്ന പ്രയോഗം ഏതു ഗ്രന്ഥത്തിൽ നിന്നാണ് ലീലാതിലകത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത്? മുഹൂർത്തവിധി. ചോദ്യം നമ്പർ 44. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന കവി? വൈലോപ്പിള്ളി. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന കവി വൈലോപ്പിള്ളി. ചോദ്യം നമ്പർ 45. EMSന് സമർപ്പിച്ചിരിക്കുന്ന M. മുകുന്ദന്റെ നോവൽ? കേശവന്റെ വിലാപങ്ങൾ. EMSന് സമർപ്പിച്ചിരിക്കുന്ന M. മുകുന്ദന്റെ നോവലാണ് കേശവന്റെ വിലാപങ്ങൾ. ചോദ്യം നമ്പർ 46. ചേരുംപടി ചേർക്കുക. അതിലെ നമുക്ക് നാമേ പണിവത് ലോകം നരകവും അതുപോലെ ഉള്ളൂരിൻ്റെ വരികളാണ്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ ചങ്ങമ്പുഴയുടെ വരികളാണ്. കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ ഇടശ്ശേരി. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം അക്കിത്തം. ഇവിടെ കൊടുത്തിരിക്കുന്ന ശരിയായ ഓപ്ഷൻ സി ആണ്. A4, B3, C1, D2. ചോദ്യം നമ്പർ 47. ഗാന്ധി രാമായണം എന്ന കാവ്യം രചിച്ചത് ആര്? അംശി നാരായണ പിള്ള. ഗാന്ധി രാമായണം എന്ന കാവ്യം രചിച്ചത് അംശി നാരായണ പിള്ള.